ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മൂകാംബിക കുടജാദ്രി ട്രിപ്പിൻ്റെ അവസാന ഭാഗമായിട്ടാണ്. മൂകാംബിക ട്രിപ്പ് കഴിഞ്ഞ പാർട്ടിൽ തീർന്നിരുന്നു. അത് കഴിഞ്ഞ് ഉടുപ്പിയിലേക്ക് യാത്രയായ വിവരമാണ് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നത്. ഉടുപ്പിയിലെത്തി റൂം നമ്പർ 26 ഗീതാ മന്ദിറിൽ എടുത്തു. ഞാനവിടെ സ്റ്റേ ചെയ്തു. അവിടെ ഓക്കുപ്പൈ ചെയ്തതിനു ശേഷം ഞാൻ ഉച്ച കഴിഞ്ഞ നേരം ആയതുകൊണ്ട് അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഉടുപ്പി അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ദർശനം നടത്തി. അപ്പോൾ ഈ ഉടുപ്പി അമ്പലത്തിൻ്റെ ഒരു ചരിത്രവും ഐതിഹ്യവും കൂടെ പറയാതിരിക്കുന്നത് ശരിയല്ല. അതിൻ്റെ ഐതിഹ്യം ഇതാണ്. പണ്ട് ദ്വാരകയിൽ വസിക്കുന്ന സമയത്ത് ദ്വാരകയിലെ രുക്മിണി ദേവിയുമായിട്ട് ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന സമയത്ത് രുക്മിണി ദേവി കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ കുസൃതികളും മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് വളരെ ഉത്സുകയായിരുന്നു. അപ്പോൾ കണ്ണൻ്റെ കുട്ടിക്കാലത്തെ രൂപം കാണണമെന്ന് ദേവിക്ക് വലിയ ആഗ്രഹം. അത് കൃഷ്ണനോട് പറയുകയും കൃഷ്ണൻ ആഗ്രഹം നിറവേറ്റാനായിട്ട് പ്രജാപതിയെ വിളിച്ചു വരുത്തി കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ രൂപം നിർമ്മിക്കാനായിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ പ്രജാപതി നേരിട്ട് നിർമ്മിച്ച കൃഷ്ണൻ്റെ രൂപം, അതായത് വെണ്ണ കടയുന്ന ഒരു വലിയ ദണ്ഡും അതുപോലെ കണ്ണനെ കെട്ടിയിരുന്ന കയറിൻ്റെ ഭാഗങ്ങളുമായിട്ട്, കണ്ണനെ കെട്ടിയിട്ടിരുന്നല്ലോ, ആ കയറിൻ്റെ ഭാഗങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു രൂപമാണ് പ്രജാപതി നിർമ്മിച്ചത്. പിന്നീട് രുക്മിണി ദേവി ആ വിഗ്രഹത്തെ പൂജിക്കാൻ തുടങ്ങി. പിന്നീട് കാലം കടന്നുപോയി. സ്വർഗാരോഹണം, കൃഷ്ണൻ്റെ ഭഗവാന്റെ സ്വർഗാരോഹണം സംഭവിച്ചു. അതിനുശേഷം ആ വിഗ്രഹം അർജുനൻ്റെ കയ്യിൽ വന്നുപെട്ടു. അർജുനൻ അത് കാലക്രമേണ പിന്നീട് അത് രുക്മിണി വനത്തിൽ ഉപേക്ഷിക്കപ്പെടാനിടയായി എന്നാണ് പറയപ്പെടുന്നത്. ആ വിഗ്രഹം അങ്ങനെ അവിടെ കിടന്ന് മണ്ണിൽ പുതഞ്ഞ് വലിയ പാറയായിട്ട് മാറി. ആ സമയത്ത് അനേക വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ആ വ്യാപാരി ഈ അവിടെയുള്ള മണ്ണൊക്കെ ഖനനം ചെയ്ത് അതിലെ പാറകളൊക്കെ എടുത്ത് കപ്പൽ മാർഗം വ്യാപാരം ചെയ്യുന്ന ഒരു വ്യാപാരിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് വലിയൊരു ശിലയായിട്ട് വന്ന് ചേർന്നു. എന്നിട്ട് അദ്ദേഹം ഈ ശിലയും ഉൾപ്പെടെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കപ്പൽ വലിയൊരു ചുഴലിക്കാറ്റിൽപ്പെട്ടു. ഈ വലിയ ചുഴലിക്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്നു. അപ്പോൾ അതേസമയം കരയിൽ ഒരു വിശിഷ്ടനായ വ്യക്തി നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാധവാചാര്യ എന്നായിരുന്നു. അദ്ദേഹം വായുപുത്രൻ്റെ മൂന്നാമത്തെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് പോന്ന ആളായിരുന്നു. അദ്ദേഹം തൻ്റെ തോളിൽ കിടന്നൊരു തുണിക്കഷ്ണം വീശി ആ കാറ്റ് ശമിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കപ്പൽ യാത്രക്കാർ രക്ഷപ്പെട്ടു. കപ്പിത്താൻ വന്ന് ഈ കപ്പലുള്ള എന്ത് സാധനം വേണമെങ്കിലും അങ്ങ് എടുത്തുകൊള്ളാനായിട്ട് പറഞ്ഞു. പക്ഷേ മാധവാചാര്യ ആവശ്യപ്പെട്ടത് മറ്റൊന്നും അല്ല, ആ ശില മാത്രമായിരുന്നു. അങ്ങനെ ആ ശില മാധവാചാര്യ കയ്യിലെടുത്തു. ആ ശില അപ്പോൾ തന്നെ പിളർന്നു മാറി. അതിൽ നിന്ന് കണ്ണൻ്റെ ആ ഒരു ഒറിജിനൽ ചൈതന്യമുള്ള ആ ഒരു പഴയ ആ ഒരു വിഗ്രഹം പിളർന്നു മാറി കയ്യിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത്, ആ ചൈതന്യത്തോടു കൂടി. എന്നിട്ട് അദ്ദേഹം അത് വിശിഷ്ടമായ ജലത്തിൽ സ്നാനം ചെയ്ത് അദ്ദേഹം പൂജിച്ചു. അത് ഈ സംഭവം ഈ കരയിൽ നിന്ന് ഈ മാധവാചാര്യ ഈ കപ്പലിനെയും കപ്പിത്താനെയൊക്കെ രക്ഷിച്ച ആ സ്ഥലം അത് ഉടുപ്പിയായിരുന്നു. ആ ഉടുപ്പിയിലാണ് ആ പ്രതിഷ്ഠ നടത്തിയത്. അതാണ് ഉടുപ്പി കൃഷ്ണനായിട്ട് അറിയപ്പെടുന്നത് എന്നാണ് എൻ്റെ ഐതിഹ്യം. അതിൻ്റെ ചരിത്ര ഐതിഹ്യം അതാണ്. ഇത് അവിടെ നിന്ന് ഞാനവിടുത്തെ ഇതൊക്കെ കേട്ട് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ അമ്പലമെല്ലാം ചുറ്റി നടന്ന് കണ്ട് അതിനോട് ഉടുപ്പിയോട് ചേർന്ന് തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു 3 അമ്പലം കൂടെ ഉണ്ട്. ഒന്ന് ഒരു പുരാതനമായൊരു ശിവക്ഷേത്രം, മറ്റൊന്ന് ഈ മാധവാചാര്യയുടെ പൂജിക്കുന്നൊരു ക്ഷേത്രം. അതായത് ഉടുപ്പി ശ്രീകൃഷ്ണനെ പൂജിച്ച അന്ന് ആ മാധവാചാര്യ വായുപുത്രനായിട്ട് മൂന്നാമത്തെ അവതാരമായിട്ട് സ്വയം പ്രഖ്യാപിച്ച മാധവാചാര്യരുടെ ക്ഷേത്രം. അതുകൂടാതെ ഒരു ക്ഷേത്രം കൂടെ അവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ സോളോ ട്രിപ്പിൻ്റെ ഉടുപ്പിയുടെ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്മ ആശംസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ, ലൈക്കുകൾ എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.